My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ യൂട്യൂബ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 116-ാമത്തെ എപ്പിസോഡിൽ ബ്രയോണിയ എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ബ്രയോണിയയുടെ പൊതു ചിത്രം എന്താണ്, അതിൻ്റെ ബ്രയോണിയുടെ ജനറൽ കണ്ടീഷൻ എന്താണ്, മറ്റ് ഔഷധങ്ങളിൽ നിന്നും ബെൽഡോണ, ഇഗ്നേഷ്യ, നക്സോമിക്ക അങ്ങനെയുള്ള ഔഷധങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്ന മൗലികമായ ഘടകം എന്താണ് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കെൻ്റ് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാവി പ്രാക്ടീസിൽ വളരെയധികം ഉപകരിക്കുന്ന ഈ ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദിസ് മെഡിസിൻ ഈസ് സ്യൂട്ടബിൾ ഇൻ എ ഗ്രേറ്റ് മെനി diseases of a typhoid nature, diseases that take on a symptomatic typhoid, diseases that start out as remittence and runs into a continued fever, as in pneumonia, pleurisy, inflammation of the liver, of glands, of the bowels, etc. അപ്പോൾ ഒരു റെമിറ്റൻസ് ഫീവറിൻ്റെ ഒരു റെമിറ്റൻറ്റ് നേച്ചറിൽ തുടങ്ങി ഒരു കണ്ടിന്യൂഡ് നേച്ചറിലേക്ക് എത്തുന്ന, കണ്ടിന്യൂഡ് ഫീവറിലേക്ക് എത്തുന്ന ചില രോഗാവസ്ഥകൾ. ടൈഫോയിഡ് വളരെ എടുത്തു പറയുന്നുണ്ട്. ടൈഫോയിഡിൻ്റെ മാനേജ്മെൻറ്റിൽ വളരെ വിലപ്പെട്ട ഔഷധമാണ് ബ്രയോണിയ എന്ന് നമുക്കറിയാം. അതുപോലെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ന്യൂമോണിയ, പ്ലൂരിസി, കരളിൻ്റെ ഇൻഫ്ലമേഷൻ, അതുപോലെ മറ്റ് ഗ്രന്ഥികളുടെ ഇൻഫ്ലമേഷൻ, വയറിൻ്റെ ഉദരത്തിൻ്റെ മൊത്തം ഇൻഫ്ലമേഷൻ, ഇതിനൊക്കെ യോജിക്കുന്നതാണ് ബ്രയോണിയ. ആ ഒരു നേച്ചറാണ്. വളരെ സാവകാശം തുടങ്ങിയിട്ട് അതൊരു കണ്ടിന്യൂഡ് നേച്ചറിലേക്ക് പോകുന്ന രോഗാവസ്ഥകൾ. ഇറ്റ് മേ ബി എ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഓർ പെരിറ്റോണൈറ്റിസ് ഓർ ഇൻഫ്ലമേഷൻ ഓഫ് ദ ബവൽസ് വിത്ത് ദ സെൻസിറ്റീവ്നെസ്, ദ അഗ്രവേഷൻ ഫ്രം മോഷൻ ആൻഡ് ദ ഡിസയർ ടു കീപ് പെർഫെക്റ്റ്ലി സ്റ്റിൽ. അപ്പോൾ വീണ്ടും ചില രോഗാവസ്ഥകളുടെ പേരുകളാണ് എൻ്റെ ഇവിടെ പറയുന്നത്. പേരുകൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുന്നതാണ്, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, വയറിളക്കവും ഒക്കാനവും പനിയും ഒക്കെ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ. പെരിറ്റോണൈറ്റിസ്, വയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീക്കങ്ങൾ. ഇൻഫ്ലമേഷൻ ഓഫ് ദ ബവൽസ്. പക്ഷെ ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് ഈ പേരുകളല്ല. രോഗികളൊരിക്കലും എനിക്ക് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വരില്ല. ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആണെന്ന് തോന്നുന്നു എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിരിക്കും. പക്ഷെ സാധാരണഗതിയിൽ രോഗികൾ പറയുന്ന അവരുടെ അനുഭവങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അതുകൂടെ കെൻ്റ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു നേച്ചർ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1 സെൻസിറ്റീവ്നെസ്, 2 അഗ്രവേഷൻ ഫ്രം മോഷൻ, 3 ഡിസയർ ടു കീപ് പെർഫെക്റ്റ്ലി സ്റ്റിൽ. വല്ലാത്തൊരു സെൻസിറ്റീവായിട്ടുള്ള അവസ്ഥ, ചെറിയൊരു ചലനം കൊണ്ട് പോലും വർദ്ധിക്കുന്നൊരവസ്ഥ. അതുകൊണ്ട് തന്നെ ഒട്ടും അനങ്ങാതെ കിടക്കാനുള്ള താല്പര്യം. ഇത് മൂന്നുമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് മരുന്നുകളുടെ, രോഗാവസ്ഥകളുടെ പേരുകൾക്ക് അവിടെ പ്രസക്തിയില്ല. രോഗിയുടെ അനുഭവം, രോഗി കാണിക്കുന്ന ലക്ഷണം ഇതാണെങ്കിൽ ബ്രയോണിയെക്കുറിച്ച് തീർച്ചയായിട്ടും ചിന്തിക്കാവുന്നതാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിൻറ്റ്സ്, whether of rheumatic character or not, whether from cold, exposure or injury. അപ്പോൾ സന്ധികളിലെ വേദന, സന്ധികളിലുള്ള വീക്കം, അത് റൊമാറ്റിക് സ്വഭാവമുള്ളതാണോ വാദ സ്വഭാവമാണോ ഇല്ലയോ എന്നുള്ളത് ഒരു വിഷയമല്ല. കാരണം വാദം എന്നുള്ള വാക്കിന് ഹോമിയോപ്പതിയുടെ നിഘണ്ടുവിൽ വലിയ അർത്ഥങ്ങളില്ല. വാദമാണെങ്കിലും അല്ലെങ്കിലും എന്താണ് രോഗി അനുഭവിക്കുന്ന പ്രശ്നം? ചെറിയ ചലനം പോലും അയാൾക്ക് പറ്റില്ല, ചലനത്തെക്കുറിച്ചുള്ള ചിന്ത പോലും പറ്റില്ല. ഇനി വേറൊരു കൂട്ടർ ചലിച്ച് തുടങ്ങും, വേദന കുറച്ച് ചലിച്ച് അങ്ങോട്ട് പോകുമ്പോഴേക്കും വേദന കുറയുന്നു. ചലനം കുറച്ച് വേഗത കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വേഗത വരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ റെസ്റ്റോക്സിൻ്റെ പ്രശ്നം. അതേപോലെ വാദമാണെങ്കിലും അല്ലെങ്കിലും ആ വാദമായിട്ട് ബന്ധപ്പെട്ട അയാളുടെ പ്രയാസങ്ങളുടെ സമഗ്രത, അതാണ് ഹോമിയോപ്പതി ചികിത്സയിൽ നിങ്ങൾക്ക് വഴികാട്ടിയാകുന്നത്. അപ്പോൾ ഇവിടെ അതാണ് പറയുന്നത്.
റൊമാറ്റിക് ക്യാരക്ടറാണോ ഇല്ലയോ എന്തായാലും ശരി, അത് തണുപ്പടിച്ച് വരുന്ന ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു പരുക്കം ഉണ്ടാകാം. തണുപ്പടിച്ചു കഴിഞ്ഞാൽ പൊതുവെ അറിയാം വാത പ്രശ്നങ്ങൾക്ക് തണുപ്പ് പ്രശ്നമാണ്. ഇനി ഇഞ്ചുറി കൊണ്ടുമാകാം, ഒരു പരിക്ക് കൊണ്ടുമാകാം. ബ്രയോണിയയും അങ്ങനെ അത്രക്ക് പോപ്പുലർ അല്ലെങ്കിലും ഹോമിയോപ്പതിയിലെ ഇഞ്ചുറി മെഡിസിൻ്റെ പട്ടികയിൽ ബ്രയോണിയം വരും. ബ്രയോണി ഈസ് ഓഫൺ ഇൻഡിക്കേറ്റഡ് ഇൻ ഇഞ്ചുറീസ് ഓഫ് ജോയിൻറ്റ്സ് ഓർ ആർണിക്ക വുഡ് ബി എ ഫെയിലിയർ. ആർണിക്ക പരാജയപ്പെടുന്ന സന്ധികളിലെ പരിക്കിന് ബ്രയോണിയ ഉപകരിക്കും. സന്ധികൾ പൊതുവെ റെസ്റ്റോക്സ് എന്നുള്ളൊരു രീതിയുണ്ട്. പക്ഷേ റെസ്റ്റോക്സിൻ്റെ സ്വഭാവം കാണിക്കണം. തുടക്കത്തിൽ മോഷൻ തുടങ്ങുമ്പോൾ വർധനവ് ഒരു സ്റ്റഡിയായി കഴിയുമ്പോൾ കുറയുന്നു. പക്ഷേ ആർണിക്കയുടെ ലക്ഷണം നിങ്ങൾക്കറിയാവുന്നതാണ്. തൊടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ പിന്നാക്കം വലിക്കും, പേടിയാണ്. ബ്രയോണിയ സ്ലൈറ്റസ്റ്റ് മോഷൻ പോലും പ്രശ്നം. അപ്പോൾ ആ സന്ധിയിലെ ഇഞ്ചുറി, ഒരേ ഇഞ്ചുറി 3 പേർക്ക് അല്ലെങ്കിൽ 3-4 പേർക്ക് ഒരേ തരത്തിൽ ഇഞ്ചുറി ഉണ്ടായി, ഓരോരുത്തരും കാണിക്കുന്ന ലക്ഷണങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ നമ്മുടെ ഔഷധങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ ബ്രയോണിയുടെ സിംറ്റംസ് കാണിച്ചു കഴിഞ്ഞാൽ ബ്രയോണിയും ഒരു ഇഞ്ചുറി മെഡിസിനാണ് സന്ധികളിലെ പരിക്കുകൾക്ക്. അപ്പോൾ അറിയാതെ ആർണിക്ക കൊടുത്ത് വേദന എന്ന് പറയുമ്പോൾ ഒരു തുടക്കം, ഒരു പരിക്ക്, അവിടെ ആദ്യമേ ആർണിക്ക കൊടുക്കാവുന്നൊരു രീതി ഉണ്ടല്ലോ. പക്ഷെ ആർണിക്ക പരാജയപ്പെട്ടു കഴിഞ്ഞാൽ, ആർണിക്കയോട് മാറിയില്ലെങ്കിൽ ലക്ഷണങ്ങൾ നോക്കുന്നു, ബ്രയോണിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ബ്രയോണിയ കൊടുക്കാവുന്നതാണ്. There is an extreme state of irritability in bryonia. Every word which compels him to answer a question or to think will aggravate him. അപ്പോൾ ആ ഇറിറ്റബിലിറ്റിയുടെ ഒരു എക്സ്ട്രീം നേച്ചർ നോക്കിയേ. അതെങ്ങനെയാണ്? ഒരു ഉത്തരം പറയാൻ ഈ രോഗിയെ പ്രേരിപ്പിക്കുന്ന ഒരു വാക്ക്, ഒരു വാക്ക് പറയുന്നു. ഒരു സന്ദർശകൻ, ബന്ധു, ബൈസ്റ്റാൻഡർ ഒരു വാക്ക് പറയുന്നു. ആ വാക്കിനോട് ഇയാളൊന്ന് പ്രതികരിക്കേണ്ട ഒരു വാക്കാണ്, ഒരു മറുപടി പറയേണ്ട വാക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ രോഗി ഇറിറ്റേറ്റഡ് ആവും. കാരണം മറുപടി പറയാൻ താല്പര്യമില്ല, മറുപടി പറയുന്നതിനോട് ഭയങ്കര വിരോധമാണ്. അത് ബ്രയോണിയുടെ ഒരു ടിപ്പിക്കൽ അവസ്ഥയാണ്. മറുപടി പറയൽ മാത്രമല്ല, അതിനെക്കുറിച്ച് ചിന്ത ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണമല്ലോ. ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണെങ്കിൽ അതുപോലും അയാൾക്ക് പ്രശ്നം ഉണ്ടാക്കും, അയാൾക്ക് അഗ്രവേഷൻ ഉണ്ടാക്കും. എവറി വേർഡ് വിച്ച് കമ്പൽസ് ഹിം ടു ആൻസർ എ ക്വസ്റ്റ്യൻ ഓർ ടു തിങ്ക് വിൽ അഗ്രവേറ്റ് ഹിം. മറുപടി, അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രയോണി പേഷ്യന് മറുപടി പറയാൻ ഇഷ്ടമല്ല, ചിന്തിക്കാനും ഇഷ്ടമുണ്ടാവില്ല. കാരണം അത് രണ്ടും അയാൾക്ക് അഗ്രവേഷൻ ഉണ്ടാക്കുന്നതാണ്. ദ എഫോർട്ട് ടു ടോക്ക് വിൽ ബി അറ്റൻഡഡ് വിത്ത് ഹൊറർ. സംസാരിക്കാനുള്ള ആ ഒരു ശ്രമം, സംസാരിക്കാനും ഒരു എനർജി സ്പെൻഡ് ചെയ്യണമല്ലോ, ആ ഒരു ശ്രമം, ആ ഒരു എഫർട്ട് തന്നെ അയാൾക്ക് ഭയജനകമാണ്, ഭീതിജനകമാണ്, ഹൊററുണ്ടാക്കും. അത്രയ്ക്ക് പ്രയാസമാണ്, അത്രയ്ക്ക് മെൻ്റലായിട്ടുള്ള ഒരു അഗണി അയാളൊരു മനോവേദന അയാൾ ഉണ്ടാക്കുന്നുണ്ട് സംസാരം. At the beginning of complaints, you go to the bedside of a patient who has been grumbling a few days. Something is evidently coming on. The family meet you at the door and say, the patient is almost unconscious. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരാൾ ഇങ്ങനെ മുറുമുറുത്തൊക്കെ കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടറെ വിളിപ്പിച്ചു. ഡോക്ടർ വീട്ടിൽ പഠിക്കലെത്തിയപ്പോൾ തന്നെ ബന്ധുക്കൾ പുറത്തുനിന്ന് പറയുക, രോഗി ഏതാണ്ട് അബോധാവസ്ഥയിലായി. അപ്പോൾ ഏതാണ്ട് ദിവസങ്ങളായിട്ട് മുറിവുറപ്പായി കിടന്ന രോഗി ഒരു അബോധാവസ്ഥയിലേക്ക് വരുന്നു, ഒരു ഗ്രാജുവൽ ചേഞ്ച്. You look at him, the face is puffed and purplish. He seems to be dazed. There appears to be a sort of venous stasis all over the body, but especially about the face. His countenance is almost that of imbecile, yet he is perfectly capable of talking, although he has an aversion to it and appears to outsiders to ignore everything that is said. അപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഏതാനും ദിവസങ്ങളായി ഒരു സുഖമില്ല, ഇങ്ങനെ മുറുമുറുത്തുകൊണ്ട് കിടക്കുകയാണ്. ഡോക്ടർ ചെന്നപ്പോൾ തന്നെ ബൈസ്റ്റാൻഡേഴ്സ് പറയുന്നത് ഏതാണ്ട് ബോധാവസ്ഥയിലായി,
രോഗി ഏതാണ്ട് അബോധാവസ്ഥയിലായി. അപ്പോൾ കയറി ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താ, മുഖവും ഒക്കെ ഇങ്ങനെ വീർത്ത് കെട്ടി, രക്തം ചലിക്കുന്നില്ല, രക്തചംക്രമണമൊന്നുമില്ല, രക്തചംക്രമണം നിലച്ചിട്ട് ഇങ്ങനെ വീർത്ത് കെട്ടി ഒരുതരം എന്താ ആ ഡിസ്കളറേഷൻ വരെ വന്നു. ആ ഒരു അവസ്ഥ ഓൾമോസ്റ്റ് ഇമ്പസൈൽ, ഒരു മാന്ദ്യം ബാധിച്ചൊരവസ്ഥ, ഒരു ബുദ്ധി മന്ദിച്ചു പോയൊരവസ്ഥ. എങ്കിലും സംസാരിക്കാൻ കഴിവുണ്ട്, പെർഫെക്റ്റ്ലി കേപ്പബിൾ ഓഫ് ടോക്കിംഗ്, സംസാരിക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ അതിനോടൊരു ആവേർഷമുണ്ട്. സംസാരിക്കാനൊക്കെ ഒരു പ്രശ്നമില്ല, പക്ഷേ അതിനോട് മടിയാണ്. അതിൻ്റെ അപ്പിയേഴ്സ് ഔട്ട്സൈഡേഴ്സ് എവറിത്തിങ്. പുറത്തുനിന്നൊരാൾ നോക്കുമ്പോൾ എന്ത് പറഞ്ഞാലും ഇയാളത് ഇഗ്നോർ ചെയ്യുക, അയാൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ബന്ധുക്കളോട് ഡോക്ടർ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയുമായിരിക്കും, കാരണം പറയാൻ അയാൾക്ക് സാധിക്കും, ഇസ് കേപ്പബിൾ. പക്ഷെ അതിനോട് ആവേർഷമുണ്ട്. പുറമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറമേ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒന്നും പറയില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ, ആ ഒരു എന്താ പറയുക, ഒരു മന്ദിച്ച ഒരു അവസ്ഥയിൽ നിന്നും ഒരു പൂർണ്ണ അബോധാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംക്രമണ ഘട്ടമാണ്. ദിസ് സംടൈംസ് കംസ് ഓൺ അപ്പാരൻ്റ്ലി ഇൻ എ ഷോർട്ട് ടൈം. The patient awakens in the morning with a dull, congestive headache and a stupid feeling in the head, dullness of mind so that he cannot work. And this feeling gradually increases. Such a state is sometimes the forerunner of a serious illness. അപ്പോൾ ഇത് ബ്രയോണിയുടെ മറ്റൊരു സ്വഭാവമാണ്. രാവിലെ ഒരു തുടക്കം, രാവിലെ സാവകാശ തുടക്കം, അതിങ്ങനെ ക്രമേണ വർദ്ധിച്ചു വരുന്നു. അത് എന്തോ ഒരു കാര്യമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ മുന്നോടിയാണെന്നുള്ളൊരു ചിന്ത ഉണ്ടോ, അതൊരവസ്ഥ. ഒരു കൺജസ്റ്റീവ് ഹെഡേക്ക്, ഒരു സ്റ്റുപ്പിഡ് ഫീലിംഗ്, തലയിലാകെ ഒരു മന്ദിച്ചൊരു മാന്ദ്യത്തിൻ്റെ അവസ്ഥ, മനസ്സാകെ മന്ദിച്ചിരിക്കുക, ഡൾനെസ്, അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. ആ തുടക്കം എങ്ങനെയാണ്? അത് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ ഇത് തുടങ്ങുകയാണ്. എനിക്കെന്തോ കുഴപ്പം വരാൻ പോകുന്നു, ഇന്നത്തെ ദിവസം എന്തോ കുഴപ്പം വരും, അങ്ങനത്തെ ഒരു ചിന്ത. എന്നിട്ടെന്താ, അത് പതുക്കെ പതുക്കെ വർദ്ധിച്ചു വന്നിട്ട് അത് ഗുരുതരമായ രോഗാവസ്ഥയുടെ, ചിലപ്പോൾ ടൈഫോയിഡിൻ്റെയോ ന്യൂമോണിയയുടെയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിട്ടുള്ളൊരു പ്രശ്നത്തിൻ്റെ ഒരു നാന്ദിയായിരിക്കും. ഒരു തിരനോട്ടം എന്നൊക്കെ പറയില്ലേ, കഥകളിയിൽ പ്രധാന കഥാപാത്രങ്ങൾ തിരനോട്ടം നടത്തും. ആ ബ്രയോണിക്ക് അങ്ങനെ തിരനോട്ടമുണ്ട്. രാവിലെ തന്നെ ഒന്നൊന്ന് കാണിക്കും, അതാ ഞാൻ വരാൻ പോകുന്നു, ഞാൻ കാര്യമായിട്ട് വരാൻ പോകുന്നു, അങ്ങനത്തെ ഒരു തിരനോട്ടം. വി ഫൈൻഡ് വെൻ എ ന്യൂമോണിയ ഓർ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ or some slow insidious inflammation is coming on somewhere in the body but not yet located, that this state will begin in the morning. അപ്പോൾ ശരീരത്തിൽ എവിടെയാണെന്നറിയില്ല, ശ്വാസകോശത്തിലാണോ, കരളിലാണോ, വയറിലാണോ, കുടലുകളിലാണോ, അത് മറ്റേതെങ്കിലും ഗ്രന്ഥിയിലാണെന്നോ എന്നറിയില്ല, ഒരു ലൊക്കേഷൻ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ന്യൂമോണിയ ആണോ, ലിവറിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ, അങ്ങനെ ഒരു ലൊക്കേഷൻ വന്നിട്ടില്ല. പക്ഷേ എന്തോ വരാൻ പോകുന്നു, എന്തോ കുഴപ്പം വരാൻ പോകുന്നു. അതിൻ്റെ തുടക്കം രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ കാണിക്കും. അതൊരു ബ്രയോണിയുടെ ഒരു ലക്ഷണമാണ്. ഒരു രോഗത്തിൻ്റെ തിരനോട്ടം എന്ന് പറയുന്നത് ബ്രയോണിയയിൽ വളരെ ശക്തമായിട്ടുണ്ട്. ദിസ് ഈസ് പെക്യുലർ അബൌട്ട് ദ അഗ്രവേഷൻ ഓഫ് ബ്രയോണിയ. ഇറ്റ്സ് ട്രബിൾസ് കമൻസ് മെനി ടൈംസ് ഏർലി ഇൻ ദ മോർണിംഗ്. മെനി ടൈംസ്, എപ്പോഴെന്ന് പറയുന്നില്ല, എല്ലായ്പ്പോഴും പറയുന്നില്ല, നിരവധി തവണ രാവിലെ തുടങ്ങുന്നു. ഓൺ വേക്കിംഗ് വിത്ത് ദ ഫസ്റ്റ് മൂവ് ഹി റിയലൈസസ് ദാറ്റ് തിങ്സ് ആർ നോട്ട് ഓൾ റൈറ്റ്. രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ ഒരു ചലനം ഒന്ന് മൂരി നിവർക്കുക, അല്ലെങ്കിൽ എഴുന്നേറ്റൊന്ന് ഇരിക്കുക, കൈയും കാലും ഒന്ന് ആട്ടുക. ആദ്യത്തെ ചലനത്തിൽ തന്നെ ആ രോഗിക്ക് മനസ്സിലാവും കാര്യങ്ങളുടെ കിടപ്പ് ശരിയല്ല, ഇന്നെന്തോ കുഴപ്പമുണ്ടാകാൻ പോകുന്നു. ഒരു ബ്രയോണിയുടെ തിരനോട്ടം. ദർ ഇസ് എ സ്റ്റേറ്റ് ഓഫ് സ്റ്റുപ്പിഡിറ്റി ബോർഡറിങ് ഓൺ അൺകോൺഷ്യസ്നസ് ഉണ്ടോ. നേരത്തെ പറഞ്ഞൊരു ഡേസ്ഡ് സ്റ്റേറ്റ് എന്ന് നേരത്തെ പറഞ്ഞില്ലേ, ബോധത്തിനും അബോധാവസ്ഥയ്ക്കും ഇടയിലുള്ളൊരു അതിർവരമ്പ്, ഒരു അർദ്ധബോധാവസ്ഥ, ഒരു തലച്ചോറങ്ങോട്ട് ഉണരുന്നില്ല, ശരീരം ഉണരുന്നില്ല, ചെറിയ ചലനങ്ങൾ പോലും പ്രയാസം, മനസ്സിൻ്റെ ചെറിയ എഫർട്ട്, സംസാരിക്കാനുള്ള, ഒരു ഉത്തരം പറയാനുള്ള ആ എഫർട്ട് പോലും അയാൾക്ക് പ്രയാസമാണ്. അങ്ങനെ എല്ലാത്തരം ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ എല്ലാ ചലനങ്ങളും പ്രയാസമായിട്ടുള്ളതും
ആകെ ഒരു മന്ദീഭവിച്ചതും ഒരു അർദ്ധബോധാവസ്ഥയിൽ നിന്നും അബോധാവസ്ഥയിലേക്ക് ഇങ്ങനെ പതുക്കെ നീങ്ങുന്നതുമായിട്ടുള്ളൊരവസ്ഥ. അത് രാവിലെ തുടങ്ങുക. അതൊക്കെ ഒരു ബ്രയോണിയുടെ ഒരു ചിത്രമാണ്. Those who have been grumbling for a week or 10 days wake up in the morning feeling miserable. Someday that night or the next day they had to send for the doctor. അപ്പോൾ ഒരാഴ്ചയോ 10 ദിവസമോ ഒക്കെ ഇങ്ങനെ ഞെരങ്ങിയും മുളിയും കഴിഞ്ഞ ഒരാൾ, സുഖമില്ല, ഒരു ഞെരക്കവും മുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും അയാൾക്ക് രാവിലെ അയാൾ എഴുന്നേൽക്കുമ്പോൾ ആകെ പ്രശ്നം, എന്തോ വലിയ കുഴപ്പമുണ്ടാകാൻ പോകുന്നു, ഇനി അടുത്ത ദിവസം ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ പഴയ അവസ്ഥ രീതി അനുസരിച്ച് ഡോക്ടറെ ഒരു ഹൗസ് വിസിറ്റിന് വിളിക്കണം എന്നൊരവസ്ഥ. അപ്പം ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഒരു നൂറ്റാണ്ട് അല്ല 1.25 നൂറ്റാണ്ട് മുമ്പൊക്കെ ഉള്ള കാര്യമാണ് എൻ്റെ പറയുന്നത്. ഇന്നിങ്ങനെയൊക്കെ ആളുകൾ കിടക്കുമോ? ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഉടനെ ചികിത്സ തേടും, പനി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ചികിത്സ തേടും. അത് വിശേഷിച്ചും കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ മികവ് എന്ന് നമ്മൾ പറയുമെങ്കിലും, പുറമേ മികവെന്ന് പറയുമെങ്കിലും അതിലുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില തകരാറുകളിലേക്ക് വില ചൂണ്ടുന്നൊരവസ്ഥ ഇപ്പോൾ ഉണ്ട്. ഒരു പനി വന്നു കഴിഞ്ഞാൽ ഓടിക്കേറി ചികിത്സ എടുക്കുക. അത് ഹോമിയോപ്പതി ആയാലും അലോപ്പതി ആയാലും ആയുർവേദമായാലും എന്തായാലും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില രാജ്യങ്ങളിൽ, ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു പനി വന്നു കഴിഞ്ഞാൽ 3 ദിവസത്തേക്ക് ചികിത്സ കൊടുക്കാൻ പാടില്ല. ഡോക്ടേഴ്സ് ഹാവ് ബീൻ ഫോർബിഡൻ, അലോപ്പതി ഡോക്ടർമാർ ഒരു 3 ദിവസത്തേക്ക് പനിച്ചോട്ടെ. അതുപോലെ പരിചയസമ്പന്നരായ ചില ഹോമിയോപ്പതി ഡോക്ടർമാർ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു 3 ദിവസം പനിച്ചാൽ ആ രോഗിയുടെ കാര്യം സേഫായെന്ന്. പക്ഷെ 3 ദിവസം പനിക്കാമെന്ന് അനുവദിക്കണം, അത് അനുവദിക്കണ്ടേ? രോഗിക്ക് ചിലപ്പോൾ കുഴപ്പമില്ലെങ്കിൽ പോലും പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന വീട്ടുകാരായിരിക്കും, ബന്ധുക്കൾ. മരുന്ന് കഴിക്കും, വേഗം മരുന്ന് കഴിക്കും, തൽക്കാലം അങ്ങോട്ട് അസുഖം മാറിയാൽ മതി. പിന്നീട് വരുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അപ്പോൾ നോക്കാമെന്നുള്ളതാണ്. പക്ഷെ എത്രത്തോളം നോക്കും? സുപ്രധാനമായിട്ടുള്ള വൈറ്റൽ ഓർഗൻസ് ഇൻവോൾവ് ആകുന്നവരെ. അത് കഴിഞ്ഞാൽ പിന്നെ കടയിൽ നിന്ന് മരുന്ന് വാങ്ങിയോ വെറുതെ ഒരു മരുന്ന് വാങ്ങിയോ മാനേജ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഈ കെൻഡി പറയുന്ന കാര്യം, ഒരാഴ്ചയൊക്കെ ഞെരങ്ങിയും മുളിയൊക്കെ ഒരാൾ കഴിഞ്ഞുകൂടി എന്ന് പറയുന്നത് അസാധാരണ കാര്യങ്ങളല്ല. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ നിവേദ് പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ തിരക്കിൻ്റെ ഒരു കാരണം ഒരു അസുഖം വന്നാൽ ഉടനെ ചാടിക്കയറി മരുന്ന് വാങ്ങാൻ വരുന്നതുകൊണ്ടാണ്. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാൻ ആളുകൾ തയ്യാറാകണമെന്നാണ് പറയുന്നത്, അദ്ദേഹം പറയുന്നത്. അതിൽ പലരും പറയാറുണ്ട്, പനിയൊക്കെ 3 ദിവസം പനിച്ചോട്ടെ. ഇവിടെ ഒരാഴ്ചയിൽ 10 ദിവസം ഞെരങ്ങിയും മുളിയും കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗുണം എന്താ? ലക്ഷണങ്ങൾ ഡെവലപ്പ് ചെയ്യും. ശരിയായ ലക്ഷണം, ഒരു ഹോമിയോപാത്തിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ ലക്ഷണങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇങ്ങനത്തെ ഒരു അവസരം ബ്രയോണിയാണെന്ന് പ്രത്യേകം അറിയാൻ പറ്റും. ഇനി പെട്ടെന്ന് വല്ലാതെ വരുന്നതാണെങ്കിൽ ബെൽഡോണ, അക്കോണൈറ്റം പോലുള്ള വല്ലാതെ രൂക്ഷമായ അവസ്ഥകളിൽ പ്രയോഗിക്കേണ്ട ഔഷധങ്ങളുണ്ട്. അപ്പോൾ പൊതുവെ നിങ്ങളൊക്കെ പ്രാക്ടീസിലും ചടിക്കേറിയുള്ള ചികിത്സകൾക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. പനിയൊക്കെയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തേക്ക് ഒരു പ്ലാസിബോ ഒക്കെ കൊടുത്ത് വിടാവുന്ന, വെറുതെ പ്ലാസിബോ കൊടുത്താൽ പോരാ, അവരെ ഞാൻ നേരത്തെ പറഞ്ഞ ബോധവൽക്കരിക്കുകയും കൂടി വേണം. അല്ലെങ്കിൽ മാറിയില്ലെന്നും പറഞ്ഞുകൊണ്ട് വേറെ ചികിത്സയിലേക്ക് അവർ പോകരുത്. വെയിറ്റ് ചെയ്യുക, അതുകൊണ്ട് ദോഷം ഉണ്ടാവില്ല. പക്ഷെ ഉണ്ടാകാത്ത കണ്ടീഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ലക്ഷണങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഔഷധത്തിലേക്ക് എത്താനും സാധിക്കും. അതാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. ഇഫ് ദിസ് ഈസ് വാച്ച്ഡ് ഫോർ എ ഫ്യൂ ഡേയ്സ് എ കണ്ടിന്യൂഡ് ഫീവർ ഈസ് ഒബ്സർവ്ഡ്. അപ്പോൾ ഒരു കണ്ടിന്യൂഡ് ഫീവർ, തുടർച്ചയായിട്ടുള്ള പനി എന്നുള്ളൊരു അവസ്ഥ അപ്പോഴേ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുള്ളൂ. കണ്ടിന്യൂഡ് ഫീവർ ആണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ ആ ഒരു കാലവിളംബം ഉണ്ടാകും. അത് സമയം അനുവദിക്കുന്നതാണ് കൃത്യമായ ചികിത്സ കൊടുക്കാൻ നല്ലത്. ഓർ അറ്റ് നൈറ്റ് എ ചിൽ വിൽ കം ഓൺ വിത്ത് മച്ച് പെയിൻ ഇൻ ദ ചെസ്റ്റ്, റസ്റ്റി എക്സ്പെക്ടറേഷൻ, short dry cough and other symptoms that will be spoken of under bryonia later, showing that the trouble is going towards the chest. രാത്രിയിൽ ഒരു കുളിരും പനിയൊക്കെയായിട്ട് വരുന്നു, നെഞ്ചിൽ വല്ലാതെ വേദനയുണ്ട്, ഒരു പഴകിയ ചോരയുടെയൊക്കെ ഒരു തുരുമ്പിൻ്റെയൊക്കെ നിറമുള്ളൊരു
കഫമുണ്ട്. ഷോർട്ട് ഡ്രൈ വരണ്ട ചുമയുണ്ട്. ബ്രയോണിയയുടെ തോന്നിക്കുന്ന മറ്റ് ലക്ഷണങ്ങളും കാണാം. അപ്പോൾ എന്താ, ഈ പ്രശ്നങ്ങൾ ചെസ്റ്റിലേക്ക് നീങ്ങുകയാണ്. ഇനി അല്ലെങ്കിലോ, ഓർ ദ കണ്ടീഷൻ മേ ഗ്രാജുവലി ഇൻക്രീസ് ആസ് എ കൺജസ്റ്റീവ് ഡൾ ഹെഡ് ഏക്ക്, അല്ലെങ്കിൽ കൺജസ്റ്റീവ് ആയിട്ടുള്ള ഡള്ളായിട്ടുള്ള ഹെഡ് ഏക്കിലേക്ക് ഒന്നുകിൽ ചെസ്റ്റിലേക്ക് പോകുന്നു അല്ലെങ്കിൽ തലയിലേക്ക് പോകുന്നു. ദിസ് വിൽ ബി സീൻ വെൻ കൺജഷൻ ഓഫ് ദ ബ്രെയിൻ ഈസ് കമ്മിങ് ഓൺ. തലച്ചോറിൻ്റെ ഒരു കൺജഷൻ, വീക്കം, അത് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. Bryonia sickness often picks out plethoric subjects, those who are venous in their makeup, those who often suffering from cold, come down with catarrhal congestions. ബ്രയോണിയുടെ മറ്റൊരു സ്വഭാവം എങ്ങനെയാണ്? എപ്പോഴും നല്ല, ഓഫൺ, പലപ്പോഴും. പ്ലത്തോറിക്, നേരത്തെ ബെൽഡോണിൽ നമ്മൾ കണ്ടു, പ്ലത്തോറിക്, പൊണ്ണത്തടിയൊക്കെയുള്ള ഒരവസ്ഥ. വീനസ് ഇൻ ദെയർ മേക്കപ്പ്, നമുക്ക് അവരുടെ ശരീരത്തിൽ അവരുടെ ഞരമ്പുകൾ കാണാൻ സാധിക്കും. തണുപ്പ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുമ്പോൾ, തണുപ്പടിക്കുമ്പോൾ കാറ്റാറൽ കൺജഷൻ അവർക്ക് വരുന്നു. ഇതൊരു ബ്രയോണിയ രോഗിയുടെ ഒരു ചിത്രമാണ്. കാറ്റാറൽ ഫീവർ മേ ബി കവേർഡ് ബൈ ബ്രയോണിയ. കാറ്റാറൽ ഫീവറിന് ബ്രയോണിയ കൊണ്ട് മേ ബി നമുക്ക് സുഖപ്പെടുത്താൻ പറ്റിയേക്കാം. ദിസ് സ്ലഗ്ഗിഷ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ദെൻ ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ബ്രയോണിയ. അപ്പോൾ ഈ ഒരു മനസ്സിൻ്റെ ഒരു സ്ലഗ്ഗിഷ് സ്റ്റേറ്റ്, നേരത്തെ പറഞ്ഞ പോലെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനുള്ള മടി, ആകെപ്പാടൊരു മടിച്ച് അനങ്ങാൻ പോലും മടിയാക്കുന്നു, ഒരു മനസ്സിൻ്റെ ഒരു സ്ലഗ്ഗിഷ്നെസ് ആണ്. അതെങ്ങനെയാണ്? നോട്ട് ആൻ എക്സൈറ്റബിൾ സ്റ്റേറ്റ്. ബ്രയോണിയുടെ കണ്ടീഷൻ ഒരിക്കലും ഒരു എക്സൈറ്റബിൾ സ്റ്റേറ്റ് ഇല്ല. അപ്പോൾ ഈ എക്സൈറ്റബിൾ സ്റ്റേറ്റിലുള്ള ചില ഔഷധങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? കോഫിയ നക്സോമിക്ക ഇഗ്നേഷ്യ. അവിടെ മനസ്സ് എക്സൈറ്റഡ് കണ്ടീഷനില്ല. പക്ഷെ ബ്രയോണിയിലാണെങ്കിലോ സ്ലഗ്ഗിഷ് സ്റ്റേറ്റ് ആണ്. ബട്ട് സ്ലഗ്ഗിഷ് അഗ്രവേറ്റഡ് ഫ്രം മോഷൻ. പക്ഷേ ഈ സ്ലഗ്ഗിഷ് സ്റ്റേറ്റിൻ്റെ ഒരു സ്വഭാവം എന്താ? ബട്ട് സ്ലഗ്ഗിഷ് അഗ്രവേറ്റഡ് ഫ്രം മോഷൻ, അഗ്രവേറ്റഡ് ഫ്രം ബീയിങ് ടോക്ക് ടു, വാണ്ട്സ് ടു ബി സ്റ്റിൽ ഇൻ ബെഡ്, വെരി ഗ്രേറ്റ് ഇറിറ്റബിലിറ്റി. അപ്പോൾ ബ്രയോണിയുടെ ഒരു സ്ലഗ്ഗിഷ്നെസ്സിന് കൃത്യമായിട്ടുള്ള അവസ്ഥകളുണ്ട്. എങ്ങനെയാണ്? ചെറിയ ചലനങ്ങൾ കൊണ്ട് പോലും വർദ്ധിക്കുന്നു, അങ്ങോട്ട് സംസാരിക്കുന്നത് കൊണ്ട് വർദ്ധിക്കുന്നു, എപ്പോഴും അനങ്ങാതെ കിടക്കാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ വല്ലാത്തൊരു ഇറിറ്റബിലിറ്റി മനസ്സിലുണ്ട്, സംസാരിക്കുമ്പോഴൊക്കെ ദേഷ്യം വരുന്നു. വിച്ച് ഈസ് ആസ് എക്സ്ട്രീം ആസ് ദാറ്റ് ഫൗണ്ട് ഇൻ നക്സ് ഓർ കമോമില്ല. ഈ ഇറിറ്റബിലിറ്റി അതിൻ്റെ ഒരു എക്സ്ട്രീമിൽ കാണും. നക്സോമിക്കയിലോ കമോമില്ലയിലോ കാണുന്ന പോലെ വല്ലാത്ത, കമോമില്ലൊക്കെ നമുക്കറിയാം വല്ലാത്ത ഇറിറ്റബിൾ ആയിട്ടുള്ള. പക്ഷെ ആ ഇറിറ്റബിലിറ്റി ഉണ്ടെങ്കിലും ഇവിടെ അനങ്ങാതെ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. അതാണ് ബ്രയോണിയുടെ വ്യത്യാസം. മറ്റ് ഇറിറ്റബിലിറ്റിയിൽ നിന്നും ബ്രയോണിയ ഇറിറ്റബിലിറ്റി വ്യത്യസ്തമാക്കുന്നത് അയാളുടെ ഒരു സ്ലഗ്ഗിഷ്നെസ് ആണ്. അനങ്ങാതെ, സംസാരിക്കാൻ പോലും ഇഷ്ടമില്ലാതെ, ആരും അങ്ങോട്ട് സംസാരിക്കാൻ പോലും ഇഷ്ടമില്ലാതെ കിടക്കുന്നൊരവസ്ഥ. ഇറ്റ് ഓൾസോ ഹാസ് അക്യൂട്ട് കംപ്ലയിൻറ്റ്സ് അഗ്രിവേറ്റഡ് ഫ്രം ആങ്കർ, ഫ്രം ബീയിങ് റോസ്റ്റ്, ഫ്രം ബീയിങ് ഡിസ്റ്റർബ്ഡ്, ഫ്രം കോൺട്രവേഴ്സി. അപ്പോൾ അക്യൂട്ട് കണ്ടീഷൻസിൽ ദേഷ്യം കൊണ്ട് വർധനവ്, അയാളൊന്ന് ഉത്തേജിപ്പിക്കുന്നത് കൊണ്ടുള്ള വർധനവ്, ഒന്ന് ശല്യപ്പെടുന്നതുകൊണ്ടുള്ള വർധനവ്, ഒരു കോൺട്രവേഴ്സി, ഒരു വിവാദം, ഒരു തർക്കം, അങ്ങനെ എന്തെങ്കിലും, ഇതൊക്കെ ബ്രയോണിയ പേഷ്യൻറ്റിൻ്റെ അക്യൂട്ട് കണ്ടീഷനെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ്. ഫോളോയിങ് ദ ഏർലി സ്ലഗ്ഗിഷ്നെസ് ദർ ഇസ് ലേറ്റർ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് സ്റ്റുപ്പിഫാക്ഷൻ ബ്രയോണിയ. അപ്പോൾ സ്ലഗ്ഗിഷ്നെസ്സിൽ തുടങ്ങി ടോട്ടൽ സ്റ്റുപ്പിഫാക്ഷൻ, നമ്മൾ നേരത്തെ അത് കണ്ടതാണ്. അർദ്ധബോധാവസ്ഥയിൽ നിന്നും, അല്ലെങ്കിൽ ആദ്യം ഒരു മുറുമുറുപ്പിൽ നിന്നും അർദ്ധബോധാവസ്ഥയിലേക്ക്, അബോധാവസ്ഥയിലേക്ക്. ഇവിടെ അങ്ങനെ തന്നെ ഒരു സ്ലഗ്ഗിഷ്നെസ്സിൽ ഒരു മാന്യതയിൽ തുടങ്ങി പൂർണ്ണമായിട്ടുള്ളൊരു ബോധശൂന്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നു. ഉണ്ടോ? ആ ടൈഫോയിഡിലൊക്കെ കാണുന്ന ഒരവസ്ഥ. ഹി ഗോസ് ഫ്രം എ സ്റ്റേറ്റ് ഓഫ് പാർഷ്യൽ അൺകോൺഷ്യസ്നസ് ടു വൺ ഓഫ് കംപ്ലീറ്റ് അൺകോൺഷ്യസ്നസ്, ആസ് ഇൻ ഹൈഡ്രോസെഫാലിക് ചിൽഡ്രൻ. ഹൈഡ്രോസെഫാലസ് ഉള്ള കുട്ടികളിലും മറ്റും കാണുന്ന പോലെ അർദ്ധബോധാവസ്ഥയിൽ നിന്നും പൂർണ്ണ അബോധാവസ്ഥയിലേക്ക് നീങ്ങുന്നൊരവസ്ഥ. അപ്പോൾ ബ്രയോണിയുടെ ഒരു ചിത്രം, ഒരു സമഗ്രമായ ചിത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
ചെറിയ ചലനങ്ങൾ പോലും പ്രശ്നം, സംസാരിക്കുന്നത് പ്രശ്നം, അങ്ങോട്ട് സംസാരിക്കുന്ന പ്രശ്നം, ഒരു വിവാദം, ഒരു തർക്കം ഉണ്ടാകുന്ന പ്രശ്നം, വല്ലാത്ത ഇറിറ്റബിലിറ്റി, ഒരു മുറുമുറുപ്പിൽ നിന്നും അർദ്ധബോധാവസ്ഥ വഴി സമ്പൂർണ്ണ അബോധാവസ്ഥയിലേക്ക് പോകുന്നൊരവസ്ഥ. ടൈഫോയിഡിലും പ്ലൂറിസിയിലും ന്യൂമോണിയയിലും ബൗൾ കംപ്ലയിൻസിലും തലച്ചോറിൻ്റെ കംപ്ലയിൻസിലും ഒക്കെ ഏത് അവയവത്തിലാണെന്നുള്ളതല്ല ഈ ഒരു അവസ്ഥ. ബ്രയോണിയുടെ ഒരു സമഗ്രമായ ചിത്രം നമുക്ക് ഈ ഭാഗത്ത് ലഭിച്ചു. ബ്രയോണിയിൽ ഇനിയും വിലപ്പെട്ട ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടാനുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതേക്കുറിച്ച് ശ്രദ്ധിക്കാം. ഇതുവരെ ഈ പരമ്പര ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.